നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കേന്ദ്ര തൊഴിൽ കോഡുകൾക്കെതിരെ പ്രതിരോധം തീർത്ത് കേരളം. ഈ മാസം 19-ന് ലേബർ കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്താണ് ലേബർ കോൺക്ലേവ് നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ 21-ന് അധികാരമേൽക്കും. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 20-ന് അവസാനിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഒഴിവാക്കാനായാണ് അവധി ദിനത്തിൽ സത്യപ്രതിജ്ഞ. ജനവാസ മേഖലയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. കിഴക്കൻ മേഖലയിലെ കർഷകർ പരമ്പരാഗത കൃഷി ഉപേക്ഷിക്കുന്നു. പിറവന്തൂർ പഞ്ചായത്തിലാണ് കാട്ടാന ശല്യം രൂക്ഷം. ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കം. മഹാസമാധിയിൽ അവതാര മുഹൂർത്ത പ്രാർത്ഥന. തീർത്ഥാടന സമ്മേളനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര തൊഴിൽ കോഡുകൾക്കെതിരെ പ്രതിരോധം തീർത്ത് കേരളം. ഈ മാസം 19-ന് ലേബർ കോൺക്ലേവ് നടത്തുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പല വകുപ്പുകളും ഈ കോഡുകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം തൈക്കാട്ടാണ് ലേബർ കോൺക്ലേവ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ 21-ന് അധികാരമേൽക്കും. ഭരണസമിതിയുടെ കാലാവധി 20-ന് അവസാനിക്കുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 21-ന് പുതിയ അംഗങ്ങൾ ചുമതലയേൽക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. 6 ഗ്രാമപഞ്ചായത്തുകളിലും 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 1 നഗരസഭയിലും ഒഴികെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കാലാവധി 20-നാണ് അവസാനിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ 21-ന് അധികാരമേൽക്കും. ഭരണസമിതിയുടെ കാലാവധി 20-ന് അവസാനിക്കുന്ന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 21-ന് പുതിയ അംഗങ്ങൾ ചുമതലയേൽക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. 6 ഗ്രാമപഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 1 നഗരസഭ എന്നിവ ഒഴികെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കാലാവധി 20-നാണ് അവസാനിക്കുക. കേരള പഞ്ചായത്ത് രാജ്, കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങളിലെ വ്യവസ്ഥ പ്രകാരം പൊതു അവധി ദിവസങ്ങളിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി യോഗങ്ങൾ ചേരാൻ പാടില്ലായിരുന്നു. 21 ഞായറാഴ്ച പൊതു അവധി ദിവസമാണ്. ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച യോഗം ചേരാനാകാതെ വന്നാൽ 1 ദിവസത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തേണ്ടി വരും. ഈ പ്രതിസന്ധി മറികടക്കാൻ ചട്ടഭേദഗതിയിലൂടെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗത്തിന് ഒഴിവ് ദിനം ബാധകമല്ലാതാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ESI കോർപ്പറേഷൻ പ്രഖ്യാപിച്ച സ്പ്രീ പദ്ധതി ഡിസംബർ 31-ന് അവസാനിക്കും. തൊഴിലുടമകൾക്ക് അവരുടെ സ്ഥാപനത്തെയും തൊഴിലാളികളെയും മുൻകാല ബാധ്യതകൾ ഇല്ലാതെ ESI പദ്ധതിയിൽ ചേർക്കാനുള്ള അവസരമാണ് കോർപ്പറേഷൻ ഒരുക്കുന്നത്. സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തൊഴിലുടമകൾ സഹകരിക്കണമെന്ന് ESI സബ് റീജിയണൽ ഓഫീസ് ജോയിന്റ് ഡയറക്ടർ അഭ്യർത്ഥിച്ചു. സ്വർണ്ണവിലയിൽ വർധനവ്. 1 പവൻ സ്വർണത്തിന് 600 രൂപ വർദ്ധിച്ച് 98,800 രൂപയായി. 12,350 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവിലയാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. സ്വർണ്ണവില വീണ്ടും കുതിച്ചു പൊങ്ങി. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയില്ലെങ്കിലും തിങ്കളാഴ്ച രാവിലെ വില വർധനവ് ഉണ്ടാവുകയായിരുന്നു. 98,200 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണത്തിന് വില. 600 രൂപ വർദ്ധിച്ച് 98,800 രൂപയാണ് തിങ്കളാഴ്ചയായത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവിലയാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. 12,350 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ നിരക്ക്. സ്വർണ്ണവില ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ 1 ലക്ഷം കടക്കുമോ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. സ്വർണ്ണവില ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും മാറി മാറി വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ചില ദിവസങ്ങളിൽ 1-ൽ കൂടുതൽ തവണ സ്വർണ്ണനിരക്കിൽ മാറ്റം വരുന്ന സാഹചര്യവുമുണ്ട്. വിവാഹ സംഘങ്ങൾക്കും ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കും വലിയ ആശങ്കയാണ് ദിവസം കഴിയുന്തോറും സ്വർണ്ണവിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. KIP കനാലിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ സാധ്യത. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമാകുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വേനലിൽ വെള്ളം എത്തിക്കുന്ന KIPയുടെ ഇടത് വലത് കര മെയിൻ കനാലുകളിലാണ് ശുചീകരണം മുടങ്ങാൻ സാധ്യതയുള്ളത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ വേനലിൽ വെള്ളമെത്തിക്കുന്ന കല്ലട ജലസേചന പദ്ധതിയുടെ ഇടത് വലത് കര മെയിൻ കനാലുകളിൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിയേക്കും.
കനാലിന്റെ വശങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ ആദ്യം വെള്ളം തുറന്നുവിടുമ്പോൾ ചപ്പുചവറുകളെത്തി തങ്ങി നിന്ന് വെള്ളം പുറത്തേക്കൊഴുകി സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. നേരത്തെ സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപകനാലുകളുടെ ശുചീകരണത്തിന് മാത്രമാണ് ജലസേചന വകുപ്പ് ഫണ്ട് നീക്കിവച്ചിരിക്കുന്നത്. നേരത്തെ പഞ്ചായത്തുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെയിൻ കനാലുകൾ ശുചീകരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആവർത്തന സ്വഭാവമുള്ള പ്രവൃത്തി എന്ന നിലയിൽ 3 വർഷത്തിലൊരിക്കൽ മാത്രമേ ശുചീകരണം സാധിക്കൂ എന്ന നിലപാടിലാണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളും. തുലാവർഷത്തിൽ കാര്യമായ മഴ ലഭിച്ചതുമില്ല. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി മുൻകരുതൽ നടപടി എന്ന വണ്ണം കളക്ടറുടെ നിയന്ത്രണത്തിൽ ഡാമിലെ ജലനിരപ്പ് ക്രമപ്പെടുത്തി നിലനിർത്തുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഡാമിൽ ശേഖരിച്ച് നിർത്തുകയെന്ന ജലസേചന വകുപ്പിന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കപ്പെട്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കനാൽ ശുചീകരണ വിഷയത്തിൽ അടിയന്തരമായി ജനപ്രതിനിധികൾ ഇടപെട്ട് ജലസേചന വകുപ്പ് വഴി ഫണ്ട് എത്തിച്ചാൽ മാത്രമേ പ്രധാന കനാലുകൾ ശുചീകരിക്കാൻ സാധിക്കൂ. കനാൽ വെള്ളം കൊടും വേനലിൽ നേരത്തെ കാർഷിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും ശുദ്ധജലമായും ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ്. ഇടതുകര കനാൽ കടന്നുപോകുന്ന കരവാളൂർ പഞ്ചായത്ത് മേഖലയിൽ കനാലിന്റെ വശങ്ങളിൽ വളർന്ന വലിയ കാടുകൾ ചെറിയ മരത്തിനൊപ്പമെത്തി പലയിടത്തും. കാടുകൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വെള്ളം തുറന്നുവിടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിനും അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മേഖലയിൽ കർഷകർ പരമ്പരാഗത കൃഷി ഉപേക്ഷിക്കുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറുന്നത്. പിറവന്തൂർ പഞ്ചായത്തിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ളത്. ജനവാസ മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് കിഴക്കൻ മേഖലയിലെ കർഷകർ പരമ്പരാഗത കൃഷികൾ ഉപേക്ഷിച്ച് റബ്ബർ പോലുള്ള കൃഷികളിലേക്ക് മാറുന്നത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കറവൂർ, പത്തുപറ, ഓലപ്പാറ, ചെറുകടവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത്. ഇവിടങ്ങളിലെ കർഷകരാണ് പരമ്പരാഗത കൃഷി ഉപേക്ഷിക്കുന്നത്. വാഴ, മരച്ചീനി, ചേമ്പ്, തെങ്ങ്, അടയ്ക്ക തുടങ്ങിയ വിളകളാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിക്കുന്നത്. നേരത്തെ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ പത്തുപറ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്തുപറയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. കാട്ടാനയെ വിരട്ടി വനത്തിലേക്ക് ഓടിച്ചു കയറ്റാൻ നാട്ടുകാർ കൂട്ടത്തോടെ രംഗത്തിറങ്ങിയത് പ്രദേശവാസികൾക്ക് ആശ്വാസമായി. പിറവന്തൂർ പഞ്ചായത്തിലെ മുള്ളമല, കറവൂർ, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എസ്റ്റേറ്റ്, ചെമ്പനരുവി, മാമ്പഴത്തറ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ 2 വർഷമായി കാട്ടാന ശല്യം വർദ്ധിക്കുകയാണ്. ഇതുവഴി എത്തുന്ന KSRTC ബസ് പോലും പലപ്പോഴും കാട്ടാനകളെ കണ്ട് നിർത്തിയിടുന്ന സ്ഥിതിയുണ്ട്. മാമ്പഴത്തറ റോഡിൽ കാട്ടാനകൾ കയറാതിരിക്കാനുള്ള ഒരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ അടിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി. കുണ്ടറ ചാത്തിനാംകുളം സ്കൂളിലാണ് സംഭവം. ഹോംവർക്ക് ചെയ്യാത്തതിനാണ് കുട്ടിയെ തല്ലിയത്. കഴിഞ്ഞ 11-ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് രക്ഷിതാക്കൾ ശരീരത്തിൽ അടികൊണ്ട പാട് കണ്ടത്. കടുത്ത വേദനയ്ക്ക് പുറമെ കുട്ടിക്ക് ഇരിക്കാനും നടക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടർന്ന് കുട്ടിയുമായി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റു കുട്ടികളെയും ഈ അധ്യാപകൻ അടിച്ചിട്ടുണ്ടെന്ന് കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞു. സംഭവത്തിൽ കിളികൊല്ലൂർ പോലീസിനും ചൈൽഡ് ലൈനിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ മുക്കടവ് ആളുകേറാമല കൊലക്കേസിൽ സംഭവം നടന്നു 3 മാസമാകുമ്പോഴും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. സംഭവത്തിൽ പോലീസിനെതിരെയും പ്രതിഷേധം ഉയരുന്നു. കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളുടെ ചിത്രം കഴിഞ്ഞയാഴ്ച പോലീസ് പുറത്തുവിട്ടെങ്കിലും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനകളും ഇല്ല. പുനലൂർ മുക്കടവ് ആളുകേറാമലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 23-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ആളുകേറാമലയിലെ റബ്ബർ തോട്ടത്തിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചങ്ങല കൊണ്ട് മരത്തിൽ ബന്ധിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ട് നാളുകൾ പിന്നിടുമ്പോഴും പ്രതിയെ കണ്ടെത്താനാകാത്തതിൽ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ CCTV ദൃശ്യങ്ങളോ മറ്റ് നിർണായകമായ തെളിവുകളോ പോലീസിന് ലഭ്യമായിരുന്നില്ല. കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളുടെ ചിത്രം കഴിഞ്ഞയാഴ്ചയാണ് പോലീസ് പുറത്തുവിട്ടത്. അന്വേഷണത്തിൽ ഒരു തുമ്പും ലഭിക്കാത്ത ഈ കേസ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. അന്വേഷണം കാര്യക്ഷമമല്ല എന്നാരോപിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളും നാട്ടുകാരും പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ദുരൂഹത നീക്കി ഉടൻ തന്നെ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് നിയുക്ത അംഗം നജീം മണ്ണേൽ. ഓച്ചിറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുമാണ് നജീം മണ്ണേൽ വിജയിച്ചത്. തഴത്തോടുകളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് നിയുക്ത അംഗവും DCC ജനറൽ സെക്രട്ടറിയുമായ നജീം മണ്ണേൽ പറഞ്ഞു. ഓച്ചിറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നുമാണ് നജീം മണ്ണേൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരുവു നായകളുടെ സംരക്ഷണം, തഴത്തോടുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവ നടപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തും. വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് വർഗീയ പാർട്ടികളുടെ കടന്നുകയറ്റം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട. എനിക്കെതിരെ മത്സരിച്ചതുപോലും BJPയും ശക്തമായ വോട്ടുകൾ നേടി. അതുപോലെ തന്നെ SDPI എന്ന് പറയുന്ന പാർട്ടിയും പരമാവധി വോട്ടുകൾ എനിക്കെതിരെ ചെയ്യിക്കാൻ അവർ നിർബന്ധിതരായി. പക്ഷേ അത് നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. ഇപ്പോൾ പിന്നെ CPI അടക്കം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകണം, അല്ലെ കേരളത്തിൽ ഉണ്ടാകണം, നശിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉടനീളം, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. അത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയ ശിഥിലീകരണ ശക്തികളെ അവരുടെ ആ കടന്നുകയറ്റവും അവരുടെ ഉയർച്ചയും നാം ഗൗരവത്തോടെ കാണുകയും അതിനെ അത്തരത്തിൽ ഇടപെട്ട് ഇല്ലായ്മ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട്. അത് വളരെയേറെ ദോഷം ചെയ്യും. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാടിന് ആപത്താണ് എന്നാണ് എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം. ജാതിമത ചിന്താഗതികൾക്കെതിരെ കോൺഗ്രസിനൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെന്നും ഇത്തരത്തിലുള്ള ചിന്തകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് മുന്നൊരുക്കം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കമായി. അറിവിന്റെ തീർത്ഥാടനം എന്ന പേരിൽ ലോകശ്രദ്ധ നേടിയ തീർത്ഥാടനത്തിനാണ് തുടക്കമായത്. രാവിലെ മഹാസമാധിയിൽ അവതാര മുഹൂർത്ത പ്രാർത്ഥന നടന്നു. ശിവഗിരി തീർത്ഥാടന സമ്മേളനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ തീർത്ഥാടനം എന്ന പേരിൽ ലോകശ്രദ്ധ നേടിയ ശിവഗിരി തീർത്ഥാടനത്തിനാണ് തുടക്കമായത്. രാവിലെ നടന്ന തീർത്ഥാടന സമ്മേളനത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ച് ഗുരു മഹാസമാധിയിൽ അവതാര മുഹൂർത്ത പ്രാർത്ഥനയും നടന്നു. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശിവഗിരി മഠം മുൻ ട്രഷറർ സ്വാമി പരാനന്ദ ഭദ്രദീപം തെളിച്ചു. 29 വരെ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30, 31 ജനുവരി 1 ദിവസങ്ങളിലാണ് ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങൾ നടത്തുന്നത്. ശിവഗിരി മഠത്തിലെ സന്യാസിവര്യന്മാരും പ്രഭാഷകരും സമ്മേളന പരിപാടികളിൽ പങ്കെടുക്കും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ട്രഷററും തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറിയുമായ സ്വാമി ശാരദാനന്ദ, മറ്റ് സന്യാസി ശ്രേഷ്ഠർ തുടങ്ങിയവർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി തീർത്ഥാടന കാലത്തിന് നേതൃത്വം നൽകുന്നു. ന്യൂസ് ഡെസ്ക്. കൊല്ലം ജില്ലയിൽ SIR 100% പൂർത്തീകരിച്ചെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു ഖേൽക്കർ. സംസ്ഥാനത്ത് 3 ജില്ലകളിലാണ് SIR പൂർത്തീകരിച്ചത്. മറ്റ് ജില്ലകളിൽ 99.7% പൂർത്തിയായി. SIRുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു ഖേൽക്കറുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. 25 ലക്ഷം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലായി കണ്ടെത്താനുള്ളത് 25,1012 പേരെയാണ്. ഇതിൽ 6,44,547 പേർ മരിച്ചവരാണ്. കണ്ടെത്താൻ സാധിക്കാത്തവർ 7,11,958 പേരാണ്. സ്ഥിരമായി താമസം മാറിപ്പോയവർ 8,19,349 പേരുണ്ട്. ഇരട്ട വോട്ടുള്ളവർ 1,31,530 മറ്റുള്ളവർ 1,93,631 പേരുമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 20 ലക്ഷമാണ്. ആളുകളെ കണ്ടെത്താൻ സാധിക്കാത്തവരുടെ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ലിസ്റ്റ് നൽകും. അർഹതപ്പെട്ട ആരുടെയും വോട്ട് നഷ്ടപ്പെടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ്, വയനാട്, കൊല്ലം ജില്ലകളിൽ SIR പ്രക്രിയ 100% പൂർത്തിയാക്കി. മറ്റ് ജില്ലകളിൽ 99.7% പൂർത്തീകരിച്ചത്. BLA, BLO മീറ്റിംഗ് നടത്താൻ ബാക്കിയുള്ള ജില്ലകളിൽ ഉടൻ മീറ്റിംഗ് ചേരും. BLO തന്ന റിപ്പോർട്ടിൽ 6 ലക്ഷത്തോളം പേർ മരിച്ചു. 7 ലക്ഷത്തോളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 2ാം ഘട്ട ഭരണസമിതി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 52 കരകളിൽ നിന്ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ലഭിക്കാത്ത 10 സമുദായങ്ങളിൽ നിന്നുള്ള 16 പ്രതിനിധികളെയാണ് നാമനിർദ്ദേശത്തിലൂടെ തെരഞ്ഞെടുക്കുന്നത്. 16 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന് 38 പേർ മത്സരരംഗത്തുണ്ട്.
ആദ്യഘട്ടം 52 കരകളിൽ നിന്ന് സാമുദായികാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത 260 പൊതുഭരണസമിതി അംഗങ്ങൾക്കാണ് വോട്ടവകാശം. പരബ്രഹ്മ വിശ്വാസ സമിതി, പരബ്രഹ്മ ഭക്തജന സമിതി എന്നീ 2 പാനലായി 32 പേരും 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുന്നത്. രണ്ടാം ഘട്ടം 4 വിശ്വകർമ്മ, 3 പുലയ, 1 വീതം വീരശൈവ, ബ്രാഹ്മണ, ശൈവ വെള്ളാള, മണ്ണാൻ, വിളക്കിത്തല നായർ, കുറുവ, ഗണക സമുദായങ്ങളെയും കിഴക്കേ ആൽത്തറയിലെ ഒരു സ്ഥാനീയ പ്രതിനിധിയെയുമാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ പൊതുഭരണസമിതി അംഗങ്ങളുടെ എണ്ണം 276 ആകും. 3ഉം 4ഉം ഘട്ടങ്ങളായി 61 അംഗം പ്രവർത്തക സമിതിയെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർ ഉൾപ്പെട്ട 11 അംഗ കാര്യനിർവഹണ സമിതിയെയും തിരഞ്ഞെടുക്കും. 5ാം ഘട്ടമായി രക്ഷാധികാരിയെ കൂടി തിരഞ്ഞെടുക്കുന്നതോടെ ഫെബ്രുവരി 21-ന് തെരഞ്ഞെടുപ്പ് നടപടികൾ സമാപിക്കും. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി മുൻ ജില്ലാ ജഡ്ജി എസ് സോമനാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര തൊഴിൽ കോഡുകൾക്കെതിരെ പ്രതിരോധം തീർത്ത് കേരളം. ഈ മാസം 19-ന് ലേബർ കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്താണ് ലേബർ കോൺക്ലേവ് നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ 21-ന് അധികാരമേൽക്കും. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 20-ന് അവസാനിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഒഴിവാക്കാനായാണ് അവധി ദിനത്തിൽ സത്യപ്രതിജ്ഞ. ജനവാസ മേഖലയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. കിഴക്കൻ മേഖലയിലെ കർഷകർ പരമ്പരാഗത കൃഷി ഉപേക്ഷിക്കുന്നു. പിറവന്തൂർ പഞ്ചായത്തിലാണ് കാട്ടാന ശല്യം രൂക്ഷം. ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കം. മഹാസമാധിയിൽ അവതാര മുഹൂർത്ത പ്രാർത്ഥന. തീർത്ഥാടന സമ്മേളനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.